സിനിമാ ഗാലറി ഇന്ത്യൻ സിനിമാ ഗാലറി ചാനൽ സെല്ലുലോയിഡ് പറടാ ചാനൽ പറടാ സുഖാണോ പിന്നെ ആരും പറയുന്നില്ലോ ഞാൻ ഇവരെ മൊത്തം എടുക്കാൻ പുതിയ പരിപാടിയാണ് പുതിയ പരിപാടിയൊന്നുമല്ല ടീച്ചർ വരുന്നത് വ്ളോഗാക്കാന്ന് വിചാരിച്ചു ഇവന്റെ ചാനൽ പറ ഇന്ത്യൻ സിനിമ ഇതാണ് ICG പേര് രാകേഷ് നീലക്കോല് അപ്പൊ ഈ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സെലിബ്രിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ വീഡിയോ കാണുന്ന പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും പേജുകളുമാണ് ഇവരിലൂടെയാണ് കുറേ ആളുകളെ കാണുന്നത്. കാര്യം പറയാണ്ട് ഇതിൻ്റെ എഫേർട്ട് ഭയങ്കരമാണ്. കമൻറ്റിൽ ഒരുപാട് പേര് വീഡിയോസിന് അറിയും വല്ല പണിയുമ്പോൾ അങ്ങനത്തെ ഇതിലുള്ളത് കൊണ്ടാണ് ജനങ്ങൾ നിന്നിട്ട് എല്ലാവരും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഞാൻ വന്നറിയുമ്പോൾ ഞാൻ പോകുന്നില്ല പെട്ടെന്ന് പോകുന്നത്. ഈ ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിയതാ? അടിപൊളിയായിരുന്നു നമ്മൾ എപ്പോൾ വരുമ്പോൾ നീലക്കോയിലുള്ള സ്പോൺസർ ഇനി പഠിച്ചിരുമോ? പുറത്താക്കിയാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് വെച്ചാൽ ഒരു ബർത്ത്ഡേയുടെ അന്ന് അല്ല ലാലേട്ടൻ്റെ പിറന്നാളിൻ്റെ അന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദിവസങ്ങളിലൊക്കെ നമുക്ക് എവിക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഫിനാലെ ടൈം അല്ലേ ഒരു എവിക്ഷൻ മാറ്റി വെക്കാൻ ഇതൊരു അൺഫെയർ എഡിക്ഷൻ ആണെന്ന് പലരും പറയുന്നത്. അവരെന്ത് സെൻസിലാണ് അൺഫെയർ എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല. അപ്പം എനിക്ക് മെസ്സിജോ കപ്പടിക്കുന്നതാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഈ ഷോ ആണ്. ഈ ഷോന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ആ പ്രോസസ്സിലൂടെ പോകും. ഓരോന്നും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഒരാളോട് ഇഷ്ടം കൊണ്ട് പെയിൻറ്റിങ്ങോടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ട് നമുക്കത് അൺഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അൺഫെയർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനൊരു കാര്യം അൺഫെയർ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യാൻ സുഖമാണ്. പക്ഷേ എന്തുകൊണ്ട് അൺഫെയർ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ 20 lakh വരെ 20 lakh വരെ ഞങ്ങൾ വെച്ചിരുന്നു. അതൊരു സെൽഫിഷ് മൈൻഡാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായി. അത് തെറ്റാണെന്നൊക്കെ തോന്നുന്നുണ്ടോ? എല്ലാവരും പറഞ്ഞു. കേറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ഋഷി മാത്രമാണ്. ആരും അങ്ങനെ പറഞ്ഞിട്ട് ഋഷി എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നില്ലേ? ഋഷി എടുക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനുള്ളൊരു പിച്ചുണ്ട് ഒരു കാര്യത്തിൽ. ഇപ്പോൾ ബിഗ് ബോസ് തന്നെ പല ടാസ്കും വരാറുണ്ട്. നമ്മളിരുന്ന് ഡിബേറ്റ് ചെയ്യും. മൂന്നാലാൾ ഡിബേറ്റ് ചെയ്തിട്ട് ഒരാളിലേക്ക് ഇപ്പോൾ അവരുടെ ബോണസ് പോയിന്റ് എങ്ങനെയാണ് പറഞ്ഞത് 4 പേര് പോയി ഡിബേറ്റ് ചെയ്തിട്ട് അതിൽ തീരുമാനമാണ്. സോ യൂസ് ടു ആണ് ആ ഒരു പ്രോസസ്സിങ്. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ഓൾറെഡി ചോദിച്ചതാണല്ലോ. കൃത്യമായി പറഞ്ഞതാണല്ലോ. മണി ബോക്സിൻ്റെ കാര്യം ചായയുടെ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ആരും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കൃഷിയാണെങ്കിലും ലൈക്ക് 2 മൈൻഡിലായിരുന്നു. അതിനിപ്പോൾ ഒരാൾക്ക് വേണ്ടി ഞാൻ കാത്തിക്കെട്ടതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഞാൻ പറയാതെ ചെയ്തു. ഇപ്പം അതിനകത്ത് എന്തെങ്കിലും റിഗ്രറ്റ് തോന്നുന്നു?